ചങ്ങായിമാരെ, ഇപ്പോൾ നമ്മളുള്ളത് പട്ടാമ്പിയിലാണ്. ഇന്ന് പട്ടാമ്പി മൈജി ഫ്യൂച്ചറിൻ്റെ 122ാമത്തെ ഷോറൂമാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മറ്റാരുമല്ല, നമ്മളുടെ സ്വന്തം ഹണി റോസാണ് വരുന്നത്. ഹണി റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലേഡീസ് സൂപ്പർ സ്റ്റാർമാരായ നമ്മളെ മഞ്ജു വാര്യർ, അതേപോലെ നയൻതാര, അവർക്ക് ശേഷം എപ്പോഴും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നടിയാണ്. ഇതുപോലുള്ള ഉദ്ഘാടന വേളയിൽ വ്യത്യസ്തമായ ഡ്രസ്സിങ് ശൈലി കൊണ്ട് എപ്പോഴും വൈറലാകുന്നൊരു നടിയാണ് ഹണി റോസ്. പട്ടാമ്പിക്കാർക്ക് ഈ ഓണം അടിച്ചു പൊളിക്കാൻ മൈജി പട്ടാമ്പിയിൽ തന്നെ ഉണ്ട്. ഇനി തൃശ്ശൂർക്കും എറണാകുളത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒരുപാട് സന്തോഷമുള്ള ഒരു മൊമെന്റിനാണ് നമ്മളിതാ ഈ വേദിയിൽ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയ താരം ഹണി റോസിനായി നമ്മുടെ പ്രിയ താരം ഹണി റോസ് ഇതാ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാൻഡൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇനി നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു മൊമെന്റിലേക്ക് നമ്മളിതാ കടക്കുകയാണ്. നിങ്ങളുടെ പ്രിയ താരം ഹണി റോസ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഹണിയോട് നമ്മൾ സംസാരിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. ഇന്ന് മൈജി ഫ്യൂച്ചർ പട്ടാമ്പി ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. ഹണി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആൻഡ് സർപ്രൈസസ്, ഹണിയുടെ ബർത്ത്ഡേ ആണെന്ന്. ഹണി ബർത്ത്ഡേ നമ്മളോടൊപ്പം ഇത് ആഘോഷിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവിധ ആശംസകളും. ഒരുപാട് നാളെ ഇത്രയും ആക്റ്റീവായിട്ട് ഇതേ സൗന്ദര്യത്തോടു കൂടി വളരെ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് പട്ടാമ്പിക്കാർ എല്ലാവർക്കും ഒരുമിച്ച് ഹാപ്പി ബർത്ത്ഡേ പറയാം. 3, 2, 1 എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേ. യെസ്, 3, 2, 1 എല്ലാവരും ഒരുമിച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ പ്രിയ താരം ഹണി റോസിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് സംസാരിക്കുന്നതിന്. ഓക്കെ, യെസ്, നമ്മുടെ പ്രിയ താരം ഹണി റോസ് ഇതാ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. ഹണിയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ മൈജിയുമായിട്ട് ഒരുപാട് നാളത്തെ ഒരു അസോസിയേഷൻ ഉണ്ടല്ലേ. ശരിക്കും മൈജിയുടെ ആ ഒരു ആരംഭഘട്ടത്തിൽ ഹണി ഫീൽഡിൽ വന്നതിന് ശേഷം നിരവധി ഇനോഗ്രേഷൻസിന് ഹണി നമ്മളോടൊപ്പം വന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. മൈജിക്ക് എന്ത് കാര്യത്തിന് വിളിച്ചാലും എന്നും സപ്പോർട്ട് നൽകിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മൂവിംഗ് ഓൺ, നമ്മുടെ പ്രിയ താരത്തിന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഹണി, വാട്ട് യു ഹാവ് ടു സേ പട്ടാമ്പി മൈജി ഫ്യൂച്ചർ സമ്മാനിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഹായ് പട്ടാമ്പി, സുഖാണോ? ഒത്തിരി സന്തോഷം. എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങളായിട്ട് ഇനോഗ്രൽ ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം തന്നെ ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതും പട്ടാമ്പിക്കാരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നു. മൈജി ഫ്യൂച്ചറിന്റെ ഭാഗമായിട്ട് എത്താൻ കഴിയുന്നു. ഒത്തിരി സന്തോഷം. മൈജി ആയിട്ടുള്ള ഒരു ജേർണി എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിന്റെ ബിഗിനിങ് തൊട്ട് തുടങ്ങിയതാണ്. ഒത്തിരി വർഷമായി, ഇപ്പം 20ാമത്തെ വർഷമാകുന്നു. മൈജി ഏകദേശം ഏറെക്കുറെ എത്തി നിൽക്കുന്നത് അല്ലേ. 38ാമത്തെ മൈജി ഫ്യൂച്ചറിന്റെ ഷോറൂമാണ് നമ്മൾ ഇന്നിപ്പം ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും വിശാലമായ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഹോം അപ്ലയൻസസും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളും എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ് മൈജി ഫ്യൂച്ചറിൽ. നമുക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഞാൻ ഇനാഗ്രേറ്റ് ചെയ്ത, അല്ലെങ്കിൽ നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് നമ്മൾ പോയി വിസിറ്റ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ കളക്ഷൻസ് കണ്ടേക്കുന്നത് മൈജി ഫ്യൂച്ചറിൽ തന്നെയാണ്. അപ്പം മാക്സിമം ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇനോഗ്രേഷൻ പ്രമാണിച്ച് നല്ല ഡിസ്കൗണ്ട്. അപ്പോൾ ചങ്ങായിമാരെ, ഇന്ന് ഹണി റോസിൻ്റെ ബർത്ത്ഡേ കൂടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മൈജിക്ക് അകത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായി. ഓക്കെ, ബൈ ബൈ.